എടാ നിൽക്കടാ, ഞാനാടാ പാമ്പ്. എനിക്ക് ചൂട് സഹിക്കാനാകില്ലടാ, അതുകൊണ്ടാണ് ഞാൻ തണുപ്പുള്ള ഇടങ്ങൾ നോക്കുന്നത്. പിന്നെ നിന്റെ വീടിനടുത്ത് ഒളിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ അവിടെ വരും. എന്റെ കയ്യിന്ന് കടിമേടിച്ചിട്ട് കിടന്ന് മോങ്ങാതെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ ഞാൻ വരില്ല. വീടിന് ചുറ്റും ഉണങ്ങിയ ഇലകളും ചവറുകളും പഴയ സാധനങ്ങളും കൂട്ടിവെക്കല്ലേ, അതൊക്കെ എനിക്ക് ഒളിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ചുറ്റുപാട് വൃത്തിയാക്കിയാൽ ഞാൻ ആ ഏരിയയിൽ തന്നെ വരില്ല. മതിലിനടുത്തും കിണറിനടുത്തും ബാത്റൂമിന്റെ പുറകിലും പുല്ല് വളർത്തിവെച്ചാൽ അതെനിക്ക് പെർഫെക്റ്റ് ഹൈഡിംഗ് സ്പോട്ടാണ്. പുല്ല് വെട്ടി നിലം കാണുന്ന പോലെ വൃത്തിയാക്കണം. വിറക്, ഇഷ്ടിക, ടൈൽ, ചകിരിച്ചാക്ക് എന്നിവ നിലത്ത് വെച്ചാൽ ഞാൻ അതിനുള്ളിൽ കയറി ഒളിക്കും. ഇവയെല്ലാം നിലത്തുനിന്ന് ഉയർത്തി നീറ്റായി വെക്കണം. ഭക്ഷണാവശിഷ്ടം, മാലിന്യം, ധാന്യം, പെറ്റ് ഫുഡ് തുറന്നുവെച്ചാൽ ആദ്യം എലി വരും. എലി വന്നാൽ പിന്നെ ഞാൻ ഫോളോ ചെയ്യും. ഭക്ഷണവും മാലിന്യവും എപ്പോഴും അടച്ചു സൂക്ഷിക്കണം. വീട്ടിനടുത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ സമ്മറിൽ അതെനിക്ക് കൂൾ പ്ലേസാണ്. ഈർപ്പമുള്ള പുല്ലും ചെറിയ കുളവും നനഞ്ഞ കോണുകളും ഒഴിവാക്കണം. വെള്ളം കളഞ്ഞ സ്ഥലം ഡ്രൈ ആക്കി വെക്കണം. ചെരുപ്പ്, ഹെൽമറ്റ്, ബാഗ്, പഴയ വസ്ത്രങ്ങൾ പുറത്തോ സ്റ്റോർ റൂമിലോ ആണെങ്കിൽ നേരെ എടുത്ത് ഉപയോഗിക്കരുത്. ആദ്യം നന്നായി പരിശോധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ സർപ്രൈസായി ഞാൻ എൻട്രി തരും. രാത്രിയിൽ വയൽ വഴിയോ വീടിന് പുറകിലൂടെയോ കിണറിനടുത്തൂടെയോ നടക്കുമ്പോൾ ടോർച്ചില്ലാതെ പോകരുത്. വെളിച്ചമടിച്ച് നിലം നോക്കി നടക്കണം. വീട്ടിൽ പാമ്പിനെ കണ്ടാൽ ഹീറോ ആകാൻ ശ്രമിക്കണ്ട. ട്രെയിൻ റെസ്ക്യൂറിനെ അല്ലെങ്കിൽ ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിനെ വിളിക്കൂ. അവരാണ് സേഫായി എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നത്.